ഇത്തരമൊരു വാർത്താ ദിനം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ലീറ്റ് എഡിഷനിലൂടെ. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയം പ്രവചിച്ചതിന്റെ ആവേശത്തിലാണ് NDA ക്യാമ്പ്. റെക്കോർഡ് പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്ന മഹാസഖ്യം കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 സജ്ജം. വാശിയേറിയ പ്രചാരണം, ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ്, എല്ലാത്തിനുമൊടുവിൽ അധികാരം ആരുടെ കൈകളിലേക്കെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം നീളുന്ന കാത്തിരിപ്പാണിനി. 38 ജില്ലകളിലായി 46 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങും. എക്സിറ്റ് പോളുകൾ വൻ വിജയമാണ് NDAക്ക് പ്രവചിക്കുന്നത്. JDU കൂട്ടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും. നിതീഷ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്കെന്ന് ഉറപ്പിക്കുന്നു മുന്നണി. കടുവ ജീവനോടെ തന്നെ ഉണ്ടെന്ന പോസ്റ്ററുകൾ JDU ഓഫീസിന് മുന്നിൽ ഇന്ന് കണ്ടു. എക്സിറ്റ് പോളിൽ പിന്നിലാണെങ്കിലും ജനങ്ങൾ നൽകിയ എക്സാറ്റ് പോളിൽ വൻ വിജയം നേടുമെന്ന് RJD നേതാവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞു. ബീഹാറിൽ വൻതോതിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ടെന്ന് ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് പറഞ്ഞു. ഇന്നലെ റോത്താസ് ജില്ലയിലെ ഒരു ചന്തയിൽ EVMകൾ നിറച്ച ഒരു ട്രക്ക് എത്തിയെന്ന പ്രചാരണമുണ്ടായി. സ്ഥാനാർത്ഥികളോടൊപ്പം ട്രക്ക് പരിശോധിച്ചെന്നും വെറും കാലിപ്പെട്ടികളാണ് ഉണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 24 പട്ന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ ഹർജി നൽകേണ്ടത് സുപ്രീം കോടതിയിലാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ വിധി പറയും. തദ്ദേശ തിരഞ്ഞെടുപ്പും SIRഉം ഒരേ സമയത്താണ് നടക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും. ഇക്കാര്യം കാണിച്ച ചീഫ് സെക്രട്ടറിക്ക് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. SIRന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സർക്കാർ ഹർജിയിൽ പറയുന്നു. നടപടികൾ നീട്ടിവെക്കണമെന്നാൽ പരോക്ഷമായി SIR തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. നടപടികൾ 55% പൂർത്തിയായ ഈ ഘട്ടത്തിൽ നിർത്തിവെക്കുന്നത് പ്രായോഗികമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് SIR പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും കേരളത്തിന്റെ ആവശ്യത്തെ എതിർത്തു. SIRുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയാണെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. സർക്കാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് നാളെ വിധി പറയും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. കാസർഗോഡ് KSEB കരാർ ജീവനക്കാരൻ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് വീണു മരിച്ചു. മുള്ളേരിയ ഇലക്ട്രിക്കൽ J സെക്ഷനിലെ കരാർ ജോലിക്കാരനാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അരുൺ, സങ്കടകരമായ വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? ആരാണ് മരിച്ചത്? പ്രവിത, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കർമ്മന്തൊടിയിൽ ജോലിക്കിടെയാണ് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുള്ളേരിയ ഇലക്ട്രിക്കൽ സെക്ഷനിലെ കരാർ ജോലിക്കാരനായ യതീഷയാണ് മരിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ KSEBയിലെ കരാർ ജീവനക്കാരനാണ്. ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രവിത, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് ഇനി നിർണായകം. നാളെ തന്നെ ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹാജരായില്ല എങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കും. കേസിൽ അറസ്റ്റിലായ N വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് SIT കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടാണ് A പത്മകുമാറിന് കുരുക്കായത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെക്കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും. അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ N വാസു സത്യസന്ധനെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്രസിഡന്റായപ്പോൾ N വാസു മറ്റിടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രിയായിരുന്ന കാലത്തെ തന്റെ ബോധ്യമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വാസു വളരെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് എൻ്റെ ബോധ്യം. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് അദ്ദേഹം ഏതെല്ലാം ഫയലുകളാണ് അന്ന് കൈകാര്യം ചെയ്തത്, ഏതെല്ലാം തീരുമാനങ്ങളാണ് ബോർഡ് എടുത്തിട്ടുള്ളത്, ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല. അതേസമയം 2 കേസുകളിലെയും പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഈ മാസം 27 വരെ നീട്ടി. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം 17-ന് നടക്കും. ഇതിനായി ഹൈക്കോടതി അനുമതി നൽകി.
ശബരിമലയിലെ പരിശോധനയ്ക്ക് ആചാരപ്രകാരം തന്ത്രിയുടെ അനുമതി കൂടി ലഭിക്കണം. അതേസമയം 2019 വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ശബരിമലയിലെ സെക്ഷൻ ക്ലർക്ക് ശ്യാം പ്രകാശിന് നിർബന്ധിത അവധി നൽകിയതിന് പിന്നാലെ വർക്കല ഗ്രൂപ്പിലേക്ക് സ്ഥലം മാറ്റി. അതിനിടെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും തള്ളി. 24 തിരുവനന്തപുരം. അയ്യപ്പന്റെ പേരിൽ അനാവശ്യമായി മുഖ്യമന്ത്രി അടി വാങ്ങുകയാണെന്ന് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നത് BJP ആണെന്നും അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ഭദ്രാനന്ദ് പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിനോദ് റായിയുടെ ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെയും റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യാൻ BJP എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല എന്നും സ്വാമി ഭദ്രാനന്ദ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. വിനോദ് റോയിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വിനോദ് റോയ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ സുബ്രഹ്മണ്യം അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അദ്ദേഹം സുപ്രീം കോടതിയുടെ ഇതിൽ കൊടുത്ത റിപ്പോർട്ട് നമ്മൾ വായിക്കണം. 156 കോടി രൂപയ്ക്ക് മേളിലുള്ള മോഷണം അവിടെ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് BJP ഒരു അക്ഷരം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല? തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPIM ഡീൽ ആരോപിച്ച ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനെ പുറത്താക്കി. കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ട് KSUക്കാരെ വെട്ടിനിരത്തിയെന്നാരോപിച്ച് DCC ഓഫീസിൽ പ്രതിഷേധം. CPIMുമായുള്ള സീറ്റ് തർക്കത്തെ തുടർന്ന് തൃക്കാക്കര നഗരസഭയിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP CPIM ഡീലുണ്ടെന്നും കടകംപള്ളി സുരേന്ദ്രനാണ് പിന്നിലെന്നും ആരോപണമുന്നയിച്ച ആനി അശോകനെ CPIMൽ നിന്ന് പുറത്താക്കി. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് ആനി അശോകൻ. CPIMന്റെ ഉടുപ്പിട്ട RSSകാരനും BJPക്കാരനാണ് കടകംപള്ളി സുരേന്ദ്രൻ. സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കും. തനിക്ക് കഴക്കൂട്ടത്തെ ജനങ്ങളുമായാണ് ഡീലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. എനിക്ക് ഡീലുണ്ട്. അത് ആരുമായിട്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ടാണ്. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് കൌൺസിലർ ബാസ്റ്റിൻ ബാബു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. യൂത്ത് കോൺഗ്രസിനെ തഴഞ്ഞെന്നാരോപിച്ച് എറണാകുളത്ത് നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. കൊടിക്കുന്നിൽ സുരേഷ് ഇടപെട്ട് KSU പ്രവർത്തകരെ വെട്ടിനിരത്തിയെന്നാരോപിച്ച് കൊല്ലം DCC ഓഫീസിൽ KSU പ്രതിഷേധിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിയോടിടഞ്ഞ NCP തനിച്ച് മത്സരിക്കും. ഇടുക്കിയിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് നിലപാടെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരി നഗരസഭയിൽ UDFുമായി ഇടഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കും. പാലക്കാട് തേങ്കുറിശ്ശി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A സലനയും തെക്കുംപുറം മുൻ ബ്രാഞ്ച് സെക്രട്ടറി V പത്മനാഭനും CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. പത്തനംതിട്ട പന്തളത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും BJPയിൽ ചേർന്നു. ന്യൂസ് ഡെസ്ക് 24. ഇനി കോഴിക്കോട്ടേക്കാണ്. കാരശ്ശേരിയിൽ കോൺഗ്രസ് അനുഭാവിയെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗിൽ തർക്കം. നോർത്ത് കാരശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലാണ് വാക്ക് തർക്കമുണ്ടായത്. മുസ്ലിം ലീഗിന്റെ കുത്തക അതന്നെ പറയുന്നത്. ഞാൻ 5 ആളിൽ ഒരു കമ്മിറ്റിയിലെ ഒരാളാ. ഞങ്ങൾ 2 ആളുകൊണ്ട് പറയാതെ ഓല് 3 ആൾ തീരുമാനിച്ച അതിന് ആൾക്കാർ സപ്പോർട്ട് APന്റെ ആൾക്കാരെ കോൺഗ്രസിന്റെ ഞങ്ങൾ ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാണ് നിൽക്കാന്നും പറഞ്ഞത്. അതിന് സപ്പോർട്ടാ പൂർണ്ണ സപ്പോർട്ട്. ലീഗിനെ പറ്റും കോണി പറ്റൂല. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, കോൺഗ്രസ് അനുഭാവിയെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കേണ്ട സാഹചര്യം എന്താണ് ഇവരുടെ ആരോപണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരശ്ശേരി 16-ാം വാർഡിൽ അത് ലീഗിന്റെ സീറ്റാണ്. ലീഗിന് ലഭിച്ച സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥി കോണിച്ചിഹ്നത്തിൽ ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ നേതാക്കളിൽ ചിലർ ചേർന്ന് അവിടെ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തുക, അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായോ ലീഗ് ചിഹ്നമായ കോണിയിലോ മത്സരിക്കാതെ ലീഗിന് ലഭിച്ച UDF നൽകിയ 16-ാം വാർഡിൽ ഒരു കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഇതിനെതിരെയാണ് നോർത്ത് കാരശ്ശേരി ഓഫീസിന് മുൻപിൽ വെച്ച് വാക്ക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാവ് നടുക്കണ്ടി അബൂബക്കറിന് നേരെ ആക്രോശിച്ചുകൊണ്ട് തെറിവിളിയുമായി പ്രവർത്തകർ എത്തുകയായിരുന്നു. പിന്നീട് അബൂബക്കറിനെ അവിടുന്ന് മാറ്റുകയും ചെയ്തു. ഈ നേരത്തെ തന്നെ ഈ പ്രവർത്തകർ അവിടെ ലീഗ് തന്നെ മത്സരിക്കണം. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവിത, പല സ്ഥലങ്ങളിലും ലീഗിന് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യമുണ്ട്. അത് പല ജില്ലകളിലും മലബാറിലുണ്ട്. കാരണം ലീഗ് ഒരു കേഡർ പാർട്ടിയെ പോലെ സജീവമായി പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നു. കോൺഗ്രസ് അത്രമേൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ അതേ സമയത്താണ് ലീഗിന് അനുവദിച്ച സീറ്റിൽ ലീഗിന്റെ കോണിച്ചിഹ്നത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കം നടന്നത്. അതിനെതിരെയാണ് ഈ നോർത്ത് കാരശ്ശേരിയിൽ ഇത്തരത്തിലൊരു തർക്കത്തിലേക്കും വാക്കേറ്റത്തിലേക്കും നീങ്ങിയത്. പ്രവിത. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.
ADMK നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസ് അന്വേഷിച്ച കണ്ണൂർ മുൻ ACP TK രത്നകുമാർ CPIM സ്ഥാനാർത്ഥി. കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് ജനവിധി തേടും. 2 മാസം മുൻപാണ് TK രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. സ്ഥാനാർത്ഥിത്വത്തിൽ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPIM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ മേൽനോട്ട ചുമതലയായിരുന്നു കണ്ണൂർ ACPയായ TK രത്നകുമാറിന്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ 2 മാസം മുമ്പാണ് രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത്. ഇതിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്നാണ് രത്നകുമാർ മത്സരിക്കുക. സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിയായെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. അതൊക്കെ തന്നെ ഒതുക്കി തീർക്കാൻ വേണ്ടി എല്ലാ ശ്രമദൗത്യവും നടത്തിയത് ഈ ACP ആയിരുന്നു എന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണ് എന്ന് ഈ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തെളിയിക്കപ്പെടുകയാണ്. കേസിൽ പോലീസിന്റെ ഇടപെടലിനെതിരെ നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടെന്നായിരുന്നു ആരോപണം. അതിനിടെയാണ് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ CPIM സ്ഥാനാർത്ഥിയാകുന്നത്. 24 കണ്ണൂർ. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 15 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച കോൺഗ്രസ്. സംവിധായകൻ VM വിനു കല്ലായിൽ സ്ഥാനാർത്ഥിയാകും. കോഴിക്കോടിന്റെ വികസനത്തിനു വേണ്ടി ശ്രമിക്കുമെന്ന് VM വിനു 24നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയെ എതിർക്കുന്നവർ പാർട്ടിയിൽ കാണില്ല എന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. സംവിധായകൻ VM വിനു കല്ലായിൽ സ്ഥാനാർത്ഥിയാകും. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പാറോപ്പടിയിൽ നിന്നും മത്സരിക്കും. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിരുന്ന KC ശോഭിതയുടെ സ്ഥാനാർത്ഥിത്വം 2ാം ഘട്ടത്തിലില്ല. വെയിറ്റ് ആൻഡ് സി എന്നായിരുന്നു ഇതിനോടുള്ള DCC പ്രസിഡന്റിന്റെ മറുപടി. കോഴിക്കോടിന്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുമെന്ന് VM വിനു 24നോട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് എൻ്റെ കോഴിക്കോടിനെ പറ്റി ഒരു ഭാവനയും എൻ്റെ കുറേ ചിന്താഗതിയുണ്ട്. എനിക്ക് നന്നാക്കണമെന്ന് വലിയ ആഗ്രഹം. RJD സ്ഥാനാർത്ഥികൾ ഒഴിച്ചുള്ള സ്ഥാനാർത്ഥികളെ ജില്ലാ പഞ്ചായത്തിലേക്ക് LDF പ്രഖ്യാപിച്ചു. RJD സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. തകർപ്പൻ വിജയം ജില്ലയിലുണ്ടാകുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. കോഴിക്കോട് കേരളത്തിൽ മറ്റു 13 ജില്ലകളെ അപേക്ഷിച്ച് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിക്കടി മുന്നോട്ട് കയറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 30 വർഷമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ഒരു അസൂയാവഹമായ വിജയമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരും. ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച പട്ടികയിൽ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് P താജുദ്ദീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ, ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് P ശാരദി എന്നിവർ ഉൾപ്പെടുന്നു. മറ്റന്നാളായിരിക്കും LDFന്റെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ നിർണായക രാഷ്ട്രീയ നീക്കവുമായി BJP. LDF കൌൺസിലറെ BJP പാളയത്തിലെത്തിച്ചു. തൃശൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു കൃഷ്ണപുരം ഡിവിഷണൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള BJPയുടെ ആദ്യഘട്ട പട്ടികയിലാണ് സസ്പെൻസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത്. കൃഷ്ണപുരം സീറ്റിനെ ചൊല്ലി തർക്കത്തിലായിരുന്ന ജനതാദള സംഘമായ ഷീബ ബാബു തുടർന്ന് BJP നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന തീരുമാനത്തിലെത്തി. LDFിൽ നേരിട്ട അവഗണനയാണ് തന്നെ മാറി ചിന്തിപ്പിച്ചതെന്ന് ഷീബ ബാബു. 3 പ്രാവശ്യമായിട്ട് തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ നിന്ന് വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു. എനിക്ക് കൗൺസിലർ എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. 15 വർഷമായി തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഷീബ ബാബു. ആദ്യ 5 വർഷം UDFനൊപ്പമായിരുന്ന ഷീബ കഴിഞ്ഞ 10 വർഷക്കാലമായി LDFനൊപ്പമായിരുന്നു. ഇടക്കാലത്ത് പല ഭരണസമിതി തീരുമാനങ്ങളിലും കൗൺസിൽ യോഗത്തിൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഭരണസമിതിയും LDF നേതൃത്വവുമായി അകലാൻ കാരണമായത്. 29 സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. 24 തൃശൂർ. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഫസൽ വധക്കേസിലെ പ്രതി കാരായി ചന്ദ്രശേഖരനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി. തലശ്ശേരി നഗരസഭയിൽ 16ാം വാർഡിലാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുക. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ഷഹദ്, ഫസൽ വധക്കേസിലെ പ്രതിയാണ് കാരായി ചന്ദ്രശേഖരൻ. അദ്ദേഹം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നു. ഈ വാർഡ് ഏതാണ്? ഇതേക്കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ ലഭ്യമാകുന്നുണ്ട്?
പ്രവിധ 16ാം വാർഡിൽ നിന്നാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നത്. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരായി ചന്ദ്രശേഖരൻ നമുക്കറിയാം കേരളം ഒന്നാകെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഫസൽ വധക്കേസിലെ പ്രതിയാണ് കാരായി ചന്ദ്രശേഖരൻ. തലശ്ശേരി നഗരസഭയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2015 തലശ്ശേരി നഗരസഭ ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് ഫസൽ കേസിൽ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് അന്ന് കോടതി ഉത്തരവ് വരുന്നത്. അതിന് പിന്നാലെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ, കോളിളക്കങ്ങളൊക്കെ ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വീണ്ടും കാരായിക്ക് ഒരു അവസരം കൂടി നൽകുകയാണ് CPM എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ, അതായത് നമ്മൾ ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കൊടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു, അതായത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ടി രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് അതടക്കമുള്ള വിവിധ വിഷയങ്ങൾ. ഇപ്പോൾ അതിന് തൊട്ടുപുറകെയാണ് കാരായുടെ ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഏതായാലും കണ്ണൂരിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് വലിയ ചൂടേറിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും, തെരഞ്ഞെടുപ്പ് കാലമായിരിക്കും. കാരണം ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിക്കാണിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇനി CPM പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തലശ്ശേരിയിലെ ഈ നഗരസഭയിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. അതിലാണ് ഇപ്പോൾ കാരായി ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയാണെന്ന വിവരം ഇപ്പോൾ CPM പുറത്തുവിടുന്നത്. 16ാം വാർഡിലാണ് ചന്ദ്രശേഖരൻ മത്സരിക്കുക. ഒരിടവേളയ്ക്ക് ശേഷം പാലക്കാട് PK ശശി EN സുരേഷ് ബാബു പോര്. മാർക്സിസം, കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിന്റെ ചുവപ്പ് പോക്കറ്റിലെന്ന് PK ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലിരിക്കുന്നത് എന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ മറുപടി. കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി എന്തിന് അസഹിഷ്ണുത കാണിക്കുന്നു എന്നായിരുന്നു PK ശശിയുടെ മറുചോദ്യം. അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് PK ശശി ബ്രാഞ്ചിലും PK ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിലും ഇരിക്കുന്നത്, മനസ്സിലായോ? അതാണ് അതിന് ഉത്തരം, മനസ്സിലായോ? വിവരമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കുറ്റമേ അല്ല. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നതും അത് തന്റെ കയ്യിൽ ഒരു വലിയ ഭൂഷണമാണ് എന്ന രൂപത്തിൽ കാണുന്നതും അതാണ് വലിയ അപമാനകരമായ കാര്യം. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഞാനങ്ങ് ചെറുതായി പോകും, പറഞ്ഞ ആള് അത് വളരെ വലുതായി പോകുമെന്ന ധാരണയാണുള്ളതെങ്കിൽ വേറെ ഒന്നും എനിക്കധികം പറയാനൊന്നുമില്ല. ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും കാര്യം പറയുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കേണ്ട, അസഹിഷ്ണുവാക്കേണ്ട കാര്യം എന്താണുള്ളത്? അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞതൊരു പരമസത്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ അയാളെ കുറിച്ചും പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഈ പുട്ടിന് രേഖ ഇടുന്നത് പോലെ ഇടക്കിടക്ക് PK ശശി എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെങ്കിൽ ആ പുണ്യം ഈ പറയുന്ന ആളുകൾക്ക് ഇരിക്കട്ടെ. പാർട്ടിയിലുള്ള ഏത് സുരേഷ് ബാബുവിനും PK ശശിക്കുമുള്ള മെമ്പർഷിപ്പും എല്ലാം 5 രൂപേന്റെ മെമ്പർഷിപ്പാണ്. PK ശശിന്റെ മെമ്പർഷിപ്പ് 5 രൂപക്കും സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ മെമ്പർഷിപ്പിന് 500 രൂപയും വിലയൊന്നുമില്ല. 5 രൂപേന്റെ മെമ്പർഷിപ്പ്. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടി പാടശേഖരത്തിലെ നെൽകൃഷി കാട്ടാനകൾ നശിപ്പിച്ചതിൽ പ്രതിഷേധം കനക്കുന്നു. 50 ഏക്കർ നിലത്തിൽ കൂട്ടുകൃഷി നടത്തിയ നെല്ലാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. നിരവധി കർഷകരുടെ കൂട്ടായ്മയിലൂടെയാണ് പ്ലാമുടി പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ കർഷകർ കാട്ടാനകളെ തുരത്താൻ കാവലിരിക്കേണ്ട ഗതികേടിലാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ കോതമംഗലം MLA-ക്കും ഇടത് സർക്കാരിനും കഴിയുന്നില്ലേ എന്ന് UDF ജില്ലാ കൺവീനറും കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ ചെയർമാനുമായ ഷിബു തെക്കുംപുറത്തിന്റെ ചോദ്യം. അതിദാരുണമായ സംഭവമാണ് കോട്ടപ്പടി പഞ്ചായത്തിലുണ്ടായത്. കർഷകർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നില്ല. കൃഷി ചെയ്യുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ലഹരിക്കെതിരെ സ്പോർട്സ് എന്ന ആശയവുമായി ഡോൺ ബോസ്കോ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് ഫോർ ചേഞ്ച് മെഗാ ലോഞ്ചും വാക്കത്തോണും നാളെ നടക്കും. വാക്കത്തോൺ വൈകിട്ട് 4 മണിക്ക് കൊച്ചി രാജേന്ദ്ര മൈതാനിയിൽ നിന്നും തുടങ്ങി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അവസാനിക്കും. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. സ്പോർട്സ് ഫോർ ചേഞ്ച് മെഗാ ലോഞ്ച് ബാലതാരം ദേവനന്ദ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 4500-ലധികം കുട്ടികളും യുവാക്കളും പരിപാടിയിൽ അണിചേരും. MLA-മാരായ KR ഉണ്ണികൃഷ്ണൻ, ചാണ്ടിയുമ്മൻ, കൊച്ചി മേയർ അനിൽകുമാർ, സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജ്കുമാർ, നടൻ നരേൻ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. വിവിധ കലാരൂപങ്ങളും സംഗീത നിശയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി സ്ഫോടന കേസിലെ പ്രതികൾ രഹസ്യ സ്വഭാവമുള്ള മാപ്പുകളും
ആക്രമണ പദ്ധതികളും വിശദാംശങ്ങളും പങ്കുവച്ചത് സ്വിസ് ആപ്ലിക്കേഷൻ വഴിയെന്ന് കണ്ടെത്തൽ. എൻക്രിപ്റ്റ് ചെയ്ത് സ്വിസ് ആപ്ലിക്കേഷനായ ത്രീമയാണ് വിവരങ്ങൾ കൈമാറാൻ സംഘങ്ങൾ ഉപയോഗിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് രഹസ്യ ആപ്ലിക്കേഷന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതേസമയം സ്ഫോടനത്തിൽ ഉത്തരവാദികൾക്ക് കനത്ത ശിക്ഷ ഉറപ്പെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പ്രതികൾക്കുള്ള ശിക്ഷ ലോകത്തിന് നൽകുന്ന സന്ദേശമാകുമെന്നും അമിത് ഷാ പറഞ്ഞു. દિલ્હીમાં એક આતંકવાદી ઘટનામાં કાર વિસ્ફોટમાં 9 લોકોનું મૃત્યુ થયું અને 25ની આસપાસ નાગરિકો ઘવાયા છે. બોમ્બ બ્લાસ્ટની કાર્યવાહી કરવાના સૌ જે કોઈ ભી જે સ્તરે આની અંદર સંડોવાયેલા છે એ સૌને કાયદાની અદાલત સામે લઈ જઈ સૌને ઉચિત સજા થાય એના માટે ભારતના વડાપ્રધાનનો જે સંકલ્પ છે એ નિશ્ચિત રૂપે પૂરો થશે અને એક એવું ઉદાહરણ બેસવાનું છે કે જેથી ભવિષ્યમાં આવી ક્યારે આતંકવાદી ઘટના ના થાય. ഇതോടെ ലേറ്റ് എഡിഷന്റെ സമയം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.